Okay, good afternoon all. For some BComയുടെ 5 സബ്ജക്റ്റുകളിലെ ഒരു വിഷയമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ബുക്കിൽ പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? ഫസ്റ്റ് ചാപ്റ്ററാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിന് മീനിങ് ആൻഡ് ഡെഫിനിഷൻ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കും? നമുക്കറിയാം, ബിസിനസ് എന്നുള്ളൊരു പ്രോസസ്സ് ഹൈ റിസ്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ഇഷ്യൂസ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇഷ്യൂസുകളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്? ബിസിനസ് സ്ഥാപനങ്ങൾ സോൾവ് ചെയ്യാറുണ്ട്. പല രീതികളും ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സാണ് ഈ QT എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ദ മാത്തമാറ്റിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സോൾവിങ് കോംപ്ലക്സ് ബിസിനസ് പ്രോബ്ലംസ്. ഇതാണ് സിമ്പിളായിട്ടുള്ള എൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിലുണ്ടാകുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഒരു ടെക്നിക്സാണ് അല്ലെങ്കിൽ ടൂളാണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സും ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ്, ഇഷ്യൂസ് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമാണ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഗൈഡൻസ് എന്ന രീതിയിലുള്ള ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ദോസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷണൽ റിസർച്ച് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് വിച്ച് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ക്വാണ്ടിറ്റേറ്റീവ് QT എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ്. അതെന്തിനാണ് സഹായിക്കുന്നത്? വിച്ച് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് സഹായിക്കുന്നത്. ദേ ആർ essentially helpful for better judgment and intuition to solve complex problems. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതിൽ ജഡ്ജ്മെൻ്റ് എടുക്കാനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി റിലേറ്റഡ് വിത്ത് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതിൻ്റെ കറക്റ്റ് ജഡ്ജ്മെൻ്റ് എടുക്കാനും എന്നിട്ട് പ്രോപ്പർ ഡിസിഷൻ എടുക്കാനും വേണ്ടിയിട്ടാണ് QT നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് QT എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദോസ് ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ് ദ ഡിസിഷൻ മേക്കർ വിത്ത് എ സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ means of analysis and help based on quantitative data in exploring policies for achieving predetermined goals. എന്താ പറഞ്ഞിട്ടുള്ളത്? QT may be defined as those techniques which provide the decision maker with a systematic and powerful means of analysis. കണ്ടോ, ഒരു ഡിസിഷൻ മേക്കർക്ക്, ബിസിനസ്സിലെ ഡിസിഷൻ മേക്കർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക്കും പവർഫുള്ളുമായിട്ടുള്ള അനാലിസിസ്, ഡാറ്റയുടെ ഒരു അനാലിസിസ് ആണ് ഈ QT നൽകുന്നത്. ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. കേട്ടോ, ഡാറ്റ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഡാറ്റയാണ് ആർക്ക് കിട്ടുന്നത്? ഡിസിഷൻ മേക്കർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻ എക്സ്പ്ലോറിങ് പോളിസീസ് ഫോർ അച്ചീവിങ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു QT ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ മുൻകൂട്ടി നിശ്ചയിച്ചു വിട്ടിട്ടുള്ള ഗോൾസ് ഉണ്ടാകും. ഓരോ സ്ഥാപനങ്ങളും ഓരോ ബിസിനസ്സും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഓരോ ഗോൾസ് ഉണ്ടാകും. ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു QT ഹെൽപ്ഫുള്ളാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ QT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിസിനസ്സിലുണ്ടാകുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്
QT എന്ന് പറയുന്നത്. എന്ത് ടൂളാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ടൂളാണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. QT may be classified into 3 categories, namely mathematical quantitative techniques, then statistical quantitative techniques and programming quantitative techniques, അല്ലെങ്കിൽ അതിനെ ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ there are 3 classifications: mathematical, statistical and programming. അതിൽ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്താണെന്നുള്ളതാണ്. മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റനെ അനലൈസ് ചെയ്യുന്നതാണിത് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, കുറേ മെത്തേഡുകൾ, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, സെറ്റ് തിയറി, മെട്രിക്സ്, അൽജീബ്ര, ഡിറ്റർമിനൻറ്റ്സ്, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്? മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. നമുക്ക് കമ്പാരറ്റീവ്ലി ഈ ഒരു മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലും കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബുക്കിൽ പഠിക്കാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കലിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഈ ഒരു ചാപ്റ്ററിൽ നമുക്കതാണ് ഈ ഒരു ബുക്കിൽ നമുക്കതാണ് പഠിക്കാനുള്ളത്. മൂന്നാമതായിട്ടുള്ള പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് ഈ ഒരു ബുക്കിൽ പഠിക്കാനുള്ളത്. അത് വലിയൊരു ബുക്ക് തന്നെയാണ്, ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ബുക്ക് തന്നെയാണ്. അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല. അപ്പോൾ ഒന്നാമത്തേതിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ്. മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് എന്ത് ചെയ്യാണ്? ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. ആ മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ വരുന്ന ഓരോ മോഡലുകളാണ് ഏത്? സെറ്റ് തിയറി, മാട്രിക്സ്, അൽജീബ്ര, ഡിറ്റർമിനൻറ്റ്സ്, അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഓൾ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ കളക്ഷൻ ഓഫ് ഡാറ്റ ടു ദ ടാസ്ക് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് കളക്റ്റഡ് ഡാറ്റ. ഡാറ്റ കളക്ഷൻ മുതൽ ആ കളക്ട് ചെയ്ത ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വരെയുള്ള ഓരോ ടെക്നിക്സുകളും മെത്തേഡുകളാണ് എവിടെ വരുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത്. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ദ ഫോളോവിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആർ ബീയിങ് പാർട്ട് ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തിൻ്റെ പാർട്ടായിട്ട് വരുന്നുള്ളൂ? QTയുടെ ഭാഗമായിട്ട് വരുന്നതോ. അന്ന് മെത്തേഡ്സ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് കളക്റ്റഡ് ഡാറ്റ, പ്രോബബിലിറ്റി തിയറി, ദെൻ ഇൻഡെക്സ് നമ്പർ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ, സർവേ ടെക്നിക്സ്, റേഷ്യോ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അനാലിസിസ് ഓഫ് വേരിയൻസ്, അല്ലെങ്കിൽ നമ്മൾ അനോവ എന്ന് പറയും, അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ അനോവ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, ദെൻ തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം QTയുടെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? 3 തരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ 3 തരം ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ മെത്തേഡുകളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പോയിന്റ് 1 ആയിട്ട് നിങ്ങളങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കണ്ടൻറ്റ് മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, മൂന്നാമത് എന്താണ്? ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സ്. Operational research techniques ആണ്. These are programming techniques which are the model building techniques used by decision maker in modern times. അടുത്ത കാര്യങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്സ് ആണ് ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സ്. പല മോഡലുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഉണ്ട്, ഡിസിഷൻ തിയറി ഉണ്ട്, തിയറി ഓഫ് ഗെയിംസ് ഉണ്ട്, സിമുലേഷൻ ഉണ്ട്, ദെൻ വെയിറ്റിംഗ് ലൈൻ തിയറി ഉണ്ട്, ഇൻവെൻറ്ററി പ്ലാനിങ് ഉണ്ട്, ദെൻ നെറ്റ്വർക്ക് അനാലിസിസ്, പെർട്ട്. അതൊക്കെ നമുക്ക് ഓപ്പറേഷൻ റിസർച്ച് എന്നൊരു ബുക്കിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്കിതിൽ പഠിക്കാനില്ല. എന്നിരുന്നാലും മൂന്നാമത്തെ കാറ്റഗറിയിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഐറ്റംസുകൾ ഏതൊക്കെയാണ്, മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ.